മോൻ കുറച്ചൊക്കെ കുറച്ച് വലുതായി. അപ്പം ബിഗ് ടിവിയിലൊക്കെ ഇടയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെടും, അമ്മയെ കാണും. അപ്പം എങ്ങനെ ചെറിയ എന്ത് പറയും? അല്ല, 1 വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ എൻ്റെ കുട്ടി ഈ മാഗസിൻസിലൊക്കെ ഫോട്ടോസ് വരുമല്ലോ, അപ്പോൾ ഒരു 1 ഇയറിലൊക്കെ അവന് ഞാനോട് കവർ പേജസ് ഒക്കെ വരുമ്പോഴും അവൻ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതായത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, ഒരു പക്ഷേ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ പെട്ടെന്ന് എന്നെ വെളിയിൽ ആരും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ കുട്ടി കറക്റ്റിന് എന്ത് മേക്ക് ഓവർ ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ ആണെങ്കിൽ അവൻ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ചാനലിലൊക്കെ കാണുമ്പോഴും പറയും മോൻ്റെ അമ്മ തേണ്ട എന്ന് പറയും. അപ്പോൾ അത് അവൻ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഒരു ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ കണ്ടാലോ ഒരു വീഡിയോ ക്ലിപ്സൊക്കെ പോയാലോ ഒക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഒത്തിരി നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, വളരെ കുറച്ച് വന്നിട്ടുള്ളൂ എങ്കിലും. അത്തരം ഇപ്പം ഈ ചെയ്ത സിനിമകളിൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലോട്ട് അടുത്ത് നിൽക്കുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കുറേ ക്യാരക്ടേഴ്സ് പറയണം. അതിൽ ആദ്യത്തത് ഓഫ് കോഴ്സ് തങ്കം, വെയിൽ ആൻഡ് സാഹിറ, വിലാപങ്ങൾക്കപ്പുറം. അത് എനിക്ക് എൻ്റേത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു അംഗീകാരവും ഈ പറഞ്ഞ ഞാനെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു കോൺഫിഡൻസും പ്രതീക്ഷകളുമൊക്കെ എനിക്ക് തന്ന ഒരു സിനിമയും ക്യാരക്ടറും ആയിരുന്നു അത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ സീതാലക്ഷ്മി, അത് ഓർമ്മ മാത്രം, ഓർമ്മ മാത്രത്തില്ല സഫിയ, ദിലീപേട്ടൻ്റെ കൂടെ ചെയ്ത് അത് തീർച്ചയായിട്ടും എനിക്ക് അത് അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഒത്തിരി പറയണം. അതായത് ഒരു ചെറിയ ഒരു പോർഷനിൽ മാത്രമേ വരുന്നുള്ളെങ്കിൽ ആനി ജോസഫ് എന്ന് പറഞ്ഞ് ഭൂമി മലയാളം ചെയ്ത് അതൊരു അത്ലറ്റ് ആയിരുന്നു. അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്ന ഒരു റോളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇത് ഒരു ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഇവിടം സ്വർഗമാണുള്ള ബെറ്റ്സി വർഗീസ്, പറഞ്ഞ പോലെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ സിനിമയിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞോളൂ ഞാൻ ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കരിയർ ഓക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു ജോലി പ്രവേശിക്കുമ്പോൾ തന്നെ ജോബ് സെക്യൂരിറ്റി ഈസ് ദെയർ. ഇന്നിപ്പം ഒന്നിനും ഇല്ലെങ്കിലും എന്നാലും നമ്മളൊക്കെ കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഒരു സിനിമയിൽ വരുമ്പോൾ എത്രത്തോളം ടെൻസ്ഡ് ആവും നമ്മൾ? സ്വയം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ അങ്ങനെ? ആദ്യം സിനിമയിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഒന്നും സിനിമ അറിയില്ല. ഞാനപ്പോഴത്തേക്ക് ടെലിവിഷനിലുണ്ട്, സീരിയൽസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഞാൻ നിറയെ പ്രോഗ്രാംസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെയെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പ്രൊഫഷനായിട്ട് എടുത്തില്ല. അപ്പോഴത്തേക്ക് അവസരങ്ങൾ വന്നു, അതിലൊരു ഭയങ്കര ക്യൂറിയസ് ആയിരുന്നു പഠിത്തത്തിനോടൊപ്പം. അതൊരു ടൈം പാസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊന്നും സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. അത് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് അങ്ങനെ പോകുന്നത് മാത്രമാണ് അന്ന് പ്രൊഫഷൻ എന്ന് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ സമയത്തേക്ക് സിനിമ വന്നു, വെയിൽ എന്ന് പറയുന്ന സിനിമ വന്നു. പക്ഷേ ആ സിനിമയിൽ, അതായത് വെയിൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ പോയി, അത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറി. പക്ഷെ സിനിമ ഒരുപാട് ഇഷ്ടം തോന്നി. അതിനോടൊരു വല്ലാത്തൊരു എവിടേക്കോ അത് ഉള്ളിൽ കിടന്നിട്ടുണ്ടാവണം, ആ ഒരു ആഗ്രഹം ഒരുപാട് ഉള്ളിൽ കിടന്നിട്ടുണ്ടാവണം. അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഞാൻ പോലും അറിയാതെ കിടന്നിട്ടുള്ള അതെൻ്റെ ഒരു വലിയൊരു പാഷനായി. പിന്നെ ഓരോ സിനിമകളും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പഠിക്കുന്ന സമയത്ത് ഒത്തിരി സിനിമ കാണുന്ന ഒരാളായിരുന്നു. ഒരുപാട് സിനിമകൾ കാണുന്നു. ഇവൻ ഫെസ്റ്റിവൽസ് ആണെങ്കിലും ഒക്കെയാണ്. ഇവാന്യൂസിലാണ് പഠിച്ചത്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒത്തിരി സിനിമകൾ കാണും, സിനിമാ ചർച്ചകളിൽ പങ്കെടുക്കും. അപ്പോൾ അതൊക്കെ ഉള്ളിൽ കിടന്ന് അത്തരത്തിലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോടുള്ളൊരു എന്താ പറയുക, സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ കയറി വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേതൊരു പ്രൊഫഷനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളും ഏറ്റവും കൂടുതൽ സെക്യൂർഡും ഇതാണ്. കാര്യം കൂടെ എപ്പോഴും പാരൻസ് ഉണ്ടാവാറുണ്ട്, അച്ഛൻ, അമ്മ. അപ്പോൾ നമ്മളെപ്പോഴും അവരുടെ ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആ ഒരു കൈക്കുള്ളിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കെടുക്കാൻ പറ്റും. നമ്മളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ ആരും റൂൾ ചെയ്യുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കാര്യം നമ്മളുടെ മേളിലൊരു ബോസ് നിന്നിട്ട് ഡയറക്ടറാണ്. അതവർ നമ്മളെ എന്താ പറയുക, അവരുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നിട്ട് പെർഫെക്ഷൻ്റെ ഒരു ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ബോസ് നമ്മളെ നിന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് റൂൾ ചെയ്യുന്നില്ല. അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു അച്ഛനും അമ്മയും എപ്പോഴും കൂടെ വരാറുണ്ട്. ഓഫ് കോഴ്സ് അത് നമുക്ക് സെക്യൂരിറ്റിയാണ്, നമുക്കൊരു ഒത്തിരി ഹാപ്പിയാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടും പ്രൊഡ്യൂസേഴ്സൊക്കെ അങ്ങനെ പറയുമ്പോൾ അയ്യോ ആ നടിയെ വിളിക്കുമ്പോൾ അവരുടെ പേരൻസും ഉണ്ട്, അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? അതോ എനിക്കിതുവരെ എനിക്കൊരു പ്രശ്നം നേരിട്ടിട്ടില്ല. വളർന്നു വന്ന എൻ്റെ ഒരു സാഹചര്യവും ചുറ്റുപാടും ആയിരിക്കും. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടി എന്നുള്ളതിനല്ല, അറിവ് വെച്ച പ്രായം മുതലേ എപ്പോഴും പാരൻസ് കൂടെ ഉണ്ട്.
എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചാണ്, ബോൾഡ് ആണോ എന്ന് ചോദിച്ചാണ്, എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഡിപ്പെൻഡൻ്റ് ആണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പരിധിക്കപ്പുറത്തേക്ക് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ അച്ഛനും അമ്മയും വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു കംഫർട്ടബിലിറ്റി ആണ്. അതിൻ്റെ ഒരു നമ്മളൊരു വീണ്ടും നമ്മൾ അവർക്കുള്ളിൽ ഒരു ചെറിയ കുട്ടിയായിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ്, മാറുകയാണ്. ഇതുവരെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ട്രാവൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴെല്ലാം ഒറ്റയ്ക്കുള്ള ട്രാവൽ തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് ദൂരേക്കൊന്നും അങ്ങനെ പോകാറില്ല. എപ്പോഴും പാരൻസ് ഉണ്ടാവാറുണ്ട്. എനിക്കതിന് ഈശ്വരൻ എനിക്കതിനുള്ള ഒരു അവസരങ്ങൾ എനിക്ക് തരുന്നു. എപ്പോഴും അവരെത്ര പറഞ്ഞാലും എനിക്ക് വേണ്ടിയിട്ട് അവരുടെ സമയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടൊക്കെ. അങ്ങനെ പ്രിയങ്ക ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഒരുപാട് ഇപ്പം സിനിമകൾ ഒരുപാട് കാണുമെന്ന് പറഞ്ഞു. എത്ര സിനിമകൾ കണ്ടാലും അയ്യോ എനിക്ക് അത്തരം ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് ചെയ്യേണ്ട ഇത്തരം ക്യാരക്ടേഴ്സാണ്, അങ്ങനെ മനസ്സിൽ അഡോർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു ക്യാരക്ടർ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ക്യാരക്ടേഴ്സ് ചെയ്താലും അത് ഇനി അങ്ങനെ ഒരു ക്യാരക്ടറും കൂടെ ചെയ്താൽ ഞാൻ സംപ്രീതനായി എന്ന് വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എത്രത്തോളം ചെയ്താലും ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനി ഒത്തിരിയും ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മാത്രമേ ഉള്ളൂ. കാര്യം തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ഒരു ആർട്ടിസ്റ്റിനപ്പുറം ഇതുവരെ കണ്ട സിനിമകൾ പ്രിയങ്കയെ അതിശയിപ്പിച്ച 3 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? അങ്ങനെ എനിക്ക് അങ്ങനെ 3 ക്യാരക്ടേഴ്സ് എടുത്ത് പറയാൻ പറ്റില്ല. ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ആയാലും കുഴപ്പമില്ല. അല്ല, ഒരു 30 എണ്ണം പറയേണ്ടി വരും. അതായത് ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം. ഇതിനു മുന്നേ നമ്മുടെ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള രേവതി മാം, സുഹാസിനി ചേച്ചി, ഉർവശി ചേച്ചി, ഈ പറയുന്ന പഴയ കാലത്തിലെ ശാരദ അമ്മ, പിന്നെ ആരാ, ഇങ്ങനെ ഓരോരുത്തരും ഇവരെല്ലാവരും ചെയ്ത സിനിമകളിൽ ഒരുപാട് സിനിമകളുടെ പല പല കഥാപാത്രങ്ങളും ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരെയും അതിശയിപ്പിച്ച് അതിൽ 1 or 2 തിരഞ്ഞെടുത്തിട്ട് എൻ്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ ഇതാണ് പ്രോമിനൻ്റ് എന്ന് മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല എന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നില്ല. എപ്പോഴും നമ്മളൊരു ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് അത് ഒരു ആക്ടറിൻ്റെ, അതായത് ഒരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഏതെങ്കിലും നമ്മുടെ സിനിമകളിലേക്ക് വന്നാൽ ഒരു പക്ഷേ അപ്പോഴത്തേക്ക് അയ്യോ ഇനി ഈ ക്യാരക്ടർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സിനിമ കാണുമ്പോൾ ഇപ്പോൾ സമീപത്തിലല്ല, ഇപ്പോൾ ഉർവശി ചേച്ചിയുടെ തന്നെ ഒരു ക്യാരക്ടർ നമുക്ക് സ്ഫടികത്തിലെ ക്യാരക്ടർ എന്ന് പറയാം. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ജോണർ ഒരു സാധനം ചെയ്യണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല. അതവിടെ ഉർവശി ചേച്ചി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിന് റിസംബ്ലൻസ് ഉള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അയ്യോ ഇത് നന്നായി, അന്ന് നമ്മളത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയതല്ലേ, അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഇത് ചിലപ്പോൾ ഞാൻ ചെയ്ത് നന്നാവുമായിരിക്കും എന്ന് ചിന്തിക്കും. അതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരിക്കലും ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഡിപ്ലോമാറ്റിക് റൈറ്റ് എന്താണ് ഡിപ്ലോമാറ്റ്? ഞാൻ പറയുന്നത് സ്വയം തിരിച്ചറിയുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല, ഡിപ്ലോമാറ്റിക് ആയാലേ ഇന്ന് നമുക്ക് കുറെ നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ ഡിപ്ലോമസി ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മൾ അഭിപ്രായങ്ങൾ നമ്മുടേതായ, ഞാൻ എൻ്റെതായ വ്യക്തമായ അഭിപ്രായം ഉള്ള ഒരാളാണ്. അല്ല അത് പ്ലേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഡിപ്ലോമസി എന്താ പറയുക അത് ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്, വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ വളരെ മാന്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളാണ് ഞാൻ. ആദ്യം തമിഴിലാണ് പോയത്. അപ്പം ശരിക്കും തമിഴിലെ ലൊക്കേഷൻ, തമിഴിലെ ആ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി റിച്ച് അല്ലേ? അവിടുത്തെ ലൊക്കേഷനായാലും പ്രൊഡക്ഷനായാലും ബാനറായാലും ബഡ്ജറ്റായാലും എല്ലാം. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു സിനിമ? ആദ്യത്തെ സിനിമ വെയിൽ, അതും ഒരു തമിഴ് സിനിമ. അങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാ സിനിമയും ഇങ്ങനെ തന്നെയാണ് എന്നാണ്. അപ്പോൾ എന്താ പറയുക, അതൊരു വേറൊരു ലോകമായിരുന്നു. ആ സിനിമ കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും തോന്നൂല. നമുക്ക് പിന്നെ ക്രമേണ ഓരോ സിനിമകൾ കാണുമ്പോഴത്തേക്കും ഇതാണ് തമിഴ് സിനിമ, ഈ ഫെസിലിറ്റീസ് എല്ലാം തമിഴ് സിനിമയിലാണ്. മലയാളത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ക്രമേണ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അതിന് നമുക്ക് അക്സെപ്റ്റ്. പിന്നെ നമ്മുടെ നാട്ടിൽ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതൊരു വല്ലാത്ത സന്തോഷമാണ്. കാര്യം നമ്മളെ എവിടൊക്കെ അംഗീകരിക്കപ്പെട്ടാലും ആരൊക്കെ നമ്മളെ സ്നേഹിച്ചാലും സ്വന്തം നാട്ടിലും സ്വന്തം വീട്ടുകാരും സ്നേഹിക്കുന്നതിൻ്റെ സുഖം വേറെ ഉണ്ടാവുമോ?
സ്വന്തം നാട്ടിൽ കിട്ടുന്ന അംഗീകാരത്തിന് അതായത് മറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടി സ്വന്തം നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എപ്പോഴും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറേ സിനിമകൾ മിസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒത്തിരി നല്ല സിനിമകൾ എനിക്ക് വന്നപ്പോൾ പലപ്പോഴും അന്യഭാഷാ ചിത്രങ്ങളുടെ തിരക്കുകൾ മൂലം എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാനൊരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഒരു നല്ല മലയാള സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിവതും ഞാനത് ചെയ്യാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും എൻ്റെ ഭാഷ എനിക്ക് അത്രയും ഇഷ്ടമാണ് മലയാളം. ഇപ്പം തമിഴ് ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നല്ലേ എപ്പോഴും രണ്ട് കണ്ണുപോലെയാണ്, ഒന്ന് തമിഴും ഒന്ന് മലയാളവും. ശരിയാണ്. എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു വന്ന ഭാഷ, നമ്മൾ വായിച്ചു പഠിച്ച ഭാഷ, നമ്മൾ കേട്ട ഭാഷ, അപ്പോൾ നമ്മളെ എപ്പോഴും പണ്ടുതോടെ അറിയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ഭാഷയിൽ കൂടുതൽ സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി കൂടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് നമ്മൾ മലയാളത്തിൽ. ഭൂമി മലയാളം എന്ന സിനിമ ശരിക്കും ടി വി ചന്ദ്രൻ സാറിൻ്റെ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓഫ് ബീറ്റ് മൂവി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ഒരു എല്ലാ വിശേഷണങ്ങളും ഉള്ള ഒരു സിനിമയായിരുന്നു. എവിടെയായിരുന്നു ലൊക്കേഷനൊക്കെ? കണ്ണൂരായിരുന്നു എൻ്റെ ലൊക്കേഷൻ. ഭൂമി മലയാളത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ആനി ജോസഫ്, ലോങ് ജമ്പർ. ഒരുപക്ഷെ വേറെ ആരെങ്കിലും എന്നെ ഒരു ലോങ് ജമ്പറായിട്ട് ചിന്തിക്കും. എൻ്റെ ക്വസ്റ്റനും ഒരു ലോങ് ജമ്പർ ആയിരുന്നു. ഞാൻ നേരത്തെ തൊട്ടേ ഭൂമി മലയാളം മനസ്സിലിങ്ങനെ വെച്ച് പുലർത്തിയ ഒരു സിനിമയാണത്. ടി വി ചന്ദ്രൻ സാർ നമുക്ക് കാണുമ്പോൾ ചന്ദ്രൻ സീരിയസ് ആണ്, പക്ഷെ നമുക്കറിയാം വളരെ അടുത്ത് കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ വളരെ ഫ്രണ്ട്ലി ആണെന്ന്. ആദ്യം ഒരു നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു നല്ല വ്യക്തി. എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. ആദ്യത്തെ സിനിമ വിലാപങ്ങൾക്കപ്പുറമായിരുന്നു ചന്ദ്രൻ സാറിൻ്റെ കൂടെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിനിമ കൂടെ എനിക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. സാർ തന്നെയാണ് വിളിച്ച്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അത് ഒരു അത്ലറ്റിനെ വെച്ച് തന്നെയാണ് സാർ ആദ്യം പ്ലാൻ ചെയ്തത്. റിയൽ അത്ലറ്റ് തന്നെ അഭിനയിക്കണം എന്നുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്തു. പിന്നെയാണ് ആ ക്യാരക്ടർ കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറും കൂടെ ആയതുകൊണ്ടാണ് ഒരു ആക്ട്രസ് ചെയ്യണം, ഒരു ആക്ടർ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് സാർ എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട്, എടി അടുത്ത സിനിമയിൽ ഭൂമി മലയാളത്തിൽ നീ ഒരു ക്യാരക്ടർ. ഞാൻ എന്തോ സാർ ക്യാരക്ടർ അത് ലോങ് ജമ്പറാണ്. ലോങ് ജമ്പറോ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ലോങ് ജമ്പറാണ്. ഞാൻ പറഞ്ഞു സാർ എനിക്കങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എനിക്കങ്ങനെ അധികം ഞാനങ്ങനെ സ്കൂളിൽ പോലും സ്പോർട്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അല്ല അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും എന്നാലും നമുക്ക് ജോഗ് ചെയ്ത് ആദ്യം നമ്മളൊരു ഇനിഷ്യൽ വർക്ക് എന്തായാലും നമ്മുടെ മാത്രമല്ല ഈ ലോങ് ജമ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഈ പറഞ്ഞ നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഈ കാലിൻ്റെ മസിൽസ് ഒക്കെ ഇല്ലേ എപ്പോഴും അവർ അത്രയും ബോഡി ഫിറ്റാക്കി വെച്ചിട്ട് ഈ മസിൽസ് ഒക്കെ അത് എത്ര പറഞ്ഞാലും ഫിസിക്കൽ അത് ഫീൽ ചെയ്യണം. കാഫ് നമുക്ക് സ്പോർട്സ് പേഴ്സന്റെ കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. അല്ല അതിന് പക്ഷെ കുറേ വർക്ക്ഔട്ട് ചെയ്യണം. അതിന് കുറച്ചധികം വർക്ക്ഔട്ട് ചെയ്തേണ്ടി വന്നു. അത് ഞാൻ ഇവിടെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ, ഇതിന് മേളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പക്ഷെ അത് ഒരു പരിധി വരെ കുറച്ച്. എത്രത്തോളം ജോഗ് ചെയ്തു, എത്രത്തോളം നടന്നു എന്നുള്ളതല്ല, എനിക്ക് ലോങ് ജമ്പ് അറിയില്ല. പക്ഷെ ആ ലോങ് ജമ്പിന്റെ അതായത് ഫിനിഷിങ് അതിൻ്റെതായ കുറേ ടെക്നിക്കൽ പെർഫെക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ LNCP അപ്പോൾ ഒരു പരിചയത്തിന്റെ പേരിൽ അവിടെ പോയി കുറച്ച് ദിവസം അവരുടെ പ്രാക്ടീസ് എല്ലാം നോക്കി. അവിടെ പിറ്റിൽ തന്നെ ലോങ് ജമ്പ് ചെയ്തു നോക്കി. അപ്പൊ അങ്ങനെ അവിടുത്തെ ഒരു കോച്ച് സാറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ചെയ്തു. കാര്യം നമുക്കറിയാത്ത നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാത്ത നമുക്ക് ഒട്ടും നമ്മളായി പരിചയമില്ലാത്ത ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ബേസിക്സ് കൂടുതലും നമുക്കൊരിക്കലും നമുക്കങ്ങനെ ആയിട്ട് അഭിനയിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പെരുമാറാനേ പറ്റുള്ളൂ. നമുക്കൊരിക്കലും ഒരു റിയൽ ലോങ് ജമ്പർ ആവാൻ പറ്റില്ല. അപ്പം എന്നാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ദിവസങ്ങളൊക്കെ പോയിട്ട് ഒരു 1 വീക്ക് ഒക്കെ പോയിട്ട് ചെയ്തു. പിന്നെ അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ അതിൻ്റെ ഭാഗങ്ങൾ. പക്ഷെ അതിൻ്റെ മുഖ്യമായ ഒരു ഭാഗം തന്നെയായിരുന്നു ഈ ആനി ജോസഫ് ആ സിനിമയുടെ.